Hi students, today we are going to discuss about Nernst distribution law or partition law. Okay, അപ്പോൾ എന്താണ് Nernst distribution law എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് Nernst distribution law അത് അതേപോലെ ആ പേര് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്നോ അല്ലെങ്കിൽ പാർട്ടീഷൻ ലോ എന്നോ Nernst പാർട്ടീഷൻ ലോ എന്നോ Nernst ലോ എന്നോ ഒക്കെ ആയിരിക്കും കയറി ചോദിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പം ഞാൻ പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞിരിക്കരുത്. എല്ലാ പേരുകളിലും അറിയപ്പെടുന്നത് ഒരു സാധനം തന്നെയാണ്, ഒരു ലോ തന്നെയാണ് ഈ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇനി അതെന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എ സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സെൽഫ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ സോൾവൻസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ ഓൺലി എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മേ ബി പ്രസൻറ്റ്. മനസ്സിലായോ? എന്താ? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എ സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട്, നിങ്ങൾ ഒരു ബീക്കറിനകത്തേക്ക് ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ് എയും ലിക്വിഡ് ബിയും എടുത്ത് വെച്ചേക്കുന്നു. അതിനുള്ളിലേക്ക് വേറൊരു സൊല്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്യുവാണ്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു സൊല്യൂട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഈ രണ്ട് ലെയറിലേക്കുമുള്ള സൊല്യൂട്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓൺലി എ ഒരു കോൺസ്റ്റൻ്റ് റേഷ്യോയിലായിരിക്കും. അതൊരു പർട്ടിക്കുലർ റേഷ്യോയിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും, അവിടെ പല കോൺസെൻട്രേഷനിലായിരിക്കും അവിടെ ആ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുക. ഇതാണ് നമ്മൾ നേൺസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്നോ പാർട്ടീഷൻ ലോ എന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ നേൺസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഒന്നുകൂടെ ഡെഫിനിഷൻ വായിച്ചു നോക്കിയേ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എ സൊല്യൂട്ട് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സെൽഫ് ബിറ്റ്വീൻ ടു ഇമ്മിസിബിൾ സോൾവൻസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. പരസ്പരം ചേർന്നല്ലേ ഇരിക്കുന്ന ഒരു ബീക്കറിനകത്തല്ലേ. Only a constant ratio of distribution may be present. ഓക്കെ, അപ്പോൾ ഇതാണ് Nernst distribution law. ഇനി ഈ Nernst distribution law കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം നമ്മൾ പറഞ്ഞു അതിനകത്ത് രണ്ട് ലെയറിലേക്കും രണ്ട് പല കോൺസെൻട്രേഷനിലാണ് ഈ സൊല്യൂട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്താൽ, if C1 and C2 are the concentrations of the solute in two layers, first ലെയറിലെ കോൺസെൻട്രേഷൻ C1 എന്നും സെക്കൻഡ് ലെയറിലെ C2 ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ Nernst ഡിസ്ട്രിബ്യൂഷൻ ലോക്ക് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കൊടുക്കാം. എന്താണ്? C1/C2 ഈസ് ഈക്വൽ ടു K. ഇതാണ് Nernst ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ K എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ K നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻറ്റ് ഓർ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്. ഹിയർ K ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ കോഎഫിഷ്യൻറ്റ് ഓർ പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പം ഇതാണ് Nernst ഡിസ്ട്രിബ്യൂഷൻ ലോ. പിന്നെ Nernst ഡിസ്ട്രിബ്യൂഷൻ ലോ ചോദിച്ചാൽ എഴുതാമല്ലോ, പാർട്ടീഷൻ ലോ എന്നോ വേറെ പേരുകളിൽ ചോദിച്ചാലും ഇനി തെറ്റിക്കൂലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കേണ്ടത് ഈ Nernst ഡിസ്ട്രിബ്യൂഷൻ ലോയ്ക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ ലോ ചില സർട്ടൺ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ലോ ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ആ ലോ ഒബേ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻസിന് എന്തെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ലോയും തെറ്റിപ്പോവും. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻസ്. അതെന്തൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. നമ്മൾ ലോയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ ഈ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ത്രൂ ഔട്ട് ദ എക്സ്പെരിമെൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേ ചെയ്യാവൂ. ടെമ്പറേച്ചർ കൂട്ടുകയോ ടെമ്പറേച്ചർ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലോ ഒബേ ചെയ്യാതെ വരും. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. നമുക്ക് പല ടെമ്പറേച്ചറിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ചെയ്യണം എന്നുള്ളതൊരു ലിമിറ്റേഷനാണ്. ഇനി വരുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെയിം മോളിക്കുലാർ സ്റ്റേറ്റ്. എന്താ അത്? അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂട്ട്, ദ മോളിക്കുലാർ സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഈസ് സെയിം ഇൻ ബോത്ത് ലിക്വിഡ്സ്. നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന ലിക്വിഡ് എയിലും ലിക്വിഡ് ബിക്കകത്തേക്കുമുള്ള ഈ സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അതും ഒരു ലിമിറ്റേഷനാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും അസോസിയേഷനോ ഡിസോസിയേഷനോ ഏതെങ്കിലും ഒരു ലെയറിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു മോളിക്കുലാർ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഈ രണ്ട് ലെയറിൽ ഏതെങ്കിലും ഒന്നിനകത്ത് നടന്നു കഴിഞ്ഞാൽ ഈ ലോ ഒബേ ചെയ്യാതെ വരും. അതും ഒരു ലിമിറ്റേഷനാണ്. ഇനി അടുത്ത ലിമിറ്റേഷൻ എന്താണ്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. അതായത്
if the concentration of the solute are noted only after the payment of equilibrium. നമ്മൾ പറഞ്ഞു നമുക്ക് C1 C2 എന്നുള്ള കോൺസെൻട്രേഷൻ നമുക്കറിയണം, രണ്ട് ലെയറിലേക്കും പോയിരിക്കുന്ന എത്രമാത്രം സൊല്യൂട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയണം. ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ, ഈ പറഞ്ഞ സ്റ്റേറ്റിനകത്ത് ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതൊരു ലിമിറ്റേഷനാണ്. ഓക്കെ, തീർന്നില്ല, ഇനിയും ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ്? ഡൈലൂട്ട് സൊല്യൂഷൻസ്. എന്താ? നമ്മൾ എടുക്കുന്ന സൊല്യൂട്ട്, ആ സൊല്യൂട്ട് ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂട്ട് ഇൻ 2 ലിക്വിഡ്സ് മസ്റ്റ് ബി ലോ. അതായത് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ 2 ലെയറിലേക്ക് ആഡ് ചെയ്തിരുന്നാൽ ആ ലെയറിൻ്റെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? കുറഞ്ഞ കോൺസെൻട്രേഷനിലുള്ളതായിരിക്കണം. ഡൈലൂട്ട് സൊല്യൂഷൻ ആയിരിക്കണം. കോൺസെൻട്രേഷൻ കുറവായിരിക്കണം. ഇപ്പോൾ കൂടിയ കോൺസെൻട്രേഷനാണ് നിങ്ങൾ എടുത്ത് അവിടെ ചെയ്യുന്നതെങ്കിൽ ഈ ലോ ഒബേ ചെയ്യില്ല. അപ്പോൾ അതൊരു പോരായ്മയാണ്. ഇനിയുള്ളൊരു വേറൊരു പോരായ്മ എന്ന് പറയുന്നത് എന്താണ്? ഇമ്മിസിബിലിറ്റി ഓഫ് ദ സോൾവെൻറ്റ്സ്. നമ്മൾ ലോ പറഞ്ഞപ്പോഴേ പറഞ്ഞു 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ് എടുത്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സോലിബിൾ, വളരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സോലിബിൾ ആകുന്ന ഒരാളിലും ചെയ്യാം. കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള 2 ലിക്വിഡുകളിൽ ഈ ലോ ഒബേ ചെയ്യില്ല. ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതും ഒരു പോരായ്മയാണ്. അതായത് the 2 solvents must be immiscible or only slightly soluble in each other. ഇമ്മിസിബിൾ ആയിരിക്കണം അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സോലിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ഓഫ് സോലിബിലിറ്റിയിൽ ചേഞ്ചസ് സംഭവിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതെന്താ? അപ്പം ഇവിടെയും ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിനെ നമുക്കൊരു ഇമ്പ്യൂർ സബ്സ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മ്യൂച്വൽ സോലിബിലിറ്റിക്ക് വ്യത്യാസം വരാം. പക്ഷേ അങ്ങനെ മ്യൂച്വൽ സോലിബിലിറ്റിക്ക് വ്യത്യാസം വന്നാൽ നമുക്ക് ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ദ എക്സ്റ്റെൻഡ് ഓഫ് മ്യൂച്വൽ സോലിബിലിറ്റി ഓഫ് ദ സോൾവെൻറ്റ്സ്, ഓക്കെ, ദാറ്റ് റിമൈൻസ് അൺആൾട്ടേർഡ് ബൈ ദ അഡീഷൻ ഓഫ് സൊല്യൂട്ട്സ്. അപ്പം നമ്മളിവിടെ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ സോലിബിലിറ്റി, എക്സ്റ്റെൻഡ് ഓഫ് മ്യൂച്വൽ സോലിബിലിറ്റിക്ക് ചേഞ്ചസ് ഒന്നും തന്നെ വരാൻ പാടില്ല. കംപ്ലീറ്റ്ലി സോലിബിളായിട്ട് മാറാനോ അല്ലെങ്കിൽ അവിടെ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന സോലിബിലിറ്റിക്ക് വ്യത്യാസം വരാനോ ഒന്നും പാടില്ല സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലോ ഒബേ ചെയ്യാതെ പോകും. അപ്പം ഇതൊക്കെയാണ്, ഈ 5 കാര്യങ്ങളാണ് ഈ പാർട്ടീഷൻ ലോയുടെ ലിമിറ്റേഷൻസ്. അപ്പം പരീക്ഷയ്ക്ക് പാർട്ടീഷൻ ലോ എന്താണ്, അല്ലെങ്കിൽ നേൺസ്റ്റ് പാർട്ടീഷൻ ലോ എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പഠിച്ചെഴുതിക്കൊള്ളണം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടതാണ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൊല്യൂട്ട് ബിറ്റ്വീൻ 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ഇവിടെ നമ്മൾ C1 C2 2 ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞില്ലേ? അങ്ങനെ വരുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ. അത് തന്നെയാണ് ഈ സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ്റെ ബേസ്. ഓക്കെ, ഇപ്പോൾ ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ടുകൾ അറിയാം. ഈ പല ഓർഗാനിക് കോമ്പൗണ്ടുകളും പല സോൾവെൻറ്റുകളിൽ ഡിസോൾവ് ആവും. നമുക്ക് വെള്ളത്തിൽ ലയിപ്പിക്കാം, അതുപോലെ ഓർഗാനിക് സോൾവെൻറ്റുകളിലും ലയിപ്പിക്കാം. പക്ഷേ വെള്ളത്തിൽ ഈ ഓർഗാനിക് സോൾവെൻറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വാട്ടറിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ലയിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഓർഗാനിക് സോൾവെൻറ്റുകളിൽ ലയിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക. അതായത് ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ generally more soluble in organic liquids than in water. വെള്ളത്തിൽ സോലിബിൾ ആകുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഓർഗാനിക് സോൾവെൻറ്റുകളിൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ സോലിബിൾ ആകും. അത് ഓർത്തിരിക്കുക. ഇനി അങ്ങനെ മാറുന്നത് കാരണം, അങ്ങനെ സോലിബിൾ ആകുന്നത് കാരണം നമുക്ക് എന്ത് പറയാം? therefore when an aqueous solution of an organic compound is shaken with an organic liquid, അപ്പം നമ്മൾ ഒരു അക്വസ് സോൾവെൻറ്റ് വാട്ടർ, ഓക്കെ, അതിനകത്തേക്ക് നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുന്നു. അതേ സാധനത്തെ വേറൊരു ഓർഗാനിക് ലിക്വിഡിനകത്തേക്ക്, ഒരു ഓർഗാനിക് സോൾവെൻറ്റിനകത്തേക്ക് നിങ്ങൾ എടുത്ത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ഷേക്ക് ചെയ്യുവാണ്. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ അക്വസ് ലെയറിനകത്തേക്കും ഓർഗാനിക് ലെയറിനകത്തേക്കും നമ്മുടെ കോമ്പൗണ്ടുകൾ പോകാമല്ലോ. അങ്ങനെ പോകുന്നത്
എ ലാർജ് ഫ്രാക്ഷൻ ഓഫ് ദ കോമ്പൗണ്ട് പാസസ് ഇൻ ടു ദ ഓർഗാനിക് ലെയർ. നമ്മുടെ ഇതിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് കൂടുതലും ഡിസോൾവ് ആകുന്ന ഓർഗാനിക് സോൾവെൻറ്റുകളിലല്ലേ. അപ്പോൾ അത് കാരണം ഓർഗാനിക് ലെയർ ഏതാണോ ആ ഓർഗാനിക് ലെയറിലേക്ക് കോമ്പൗണ്ടുകൾ കൂടുതലായിട്ട് പാസ് ചെയ്ത് പോവും. അതാണ് ഈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ. ഇനി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാം, ആ ഓർഗാനിക് ലെയറിനെയും അക്വസ് ലെയറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതായത് എന്തുപയോഗിച്ചിട്ട്, സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രണ്ട് ലെയറുകളെയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയ ശേഷം ആ ഓർഗാനിക് ലെയറിനെ നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് അതിനകത്തുള്ള സോൾവെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വേപ്പറൈസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും എന്ത് കിട്ടും, പ്യുവറായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്ത സൊല്യൂട്ട് എന്താണോ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഇങ്ങനെയാണ് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിപ്പം ആഡ് ചെയ്ത് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇത് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 100 ml ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെൻറ്റ് തന്നു. ആ ഓർഗാനിക് സോൾവെൻറ്റ് 100 ml എടുത്ത് ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാക്ഷൻ നടത്താം. അതല്ലെങ്കിൽ പല പല ഇൻസ്റ്റാൾമെൻറ്റ്സ് 50 ml ആഡ് ചെയ്തു, 25 ml ആഡ് ചെയ്തു, വീണ്ടും ഒരു 25 ml, അങ്ങനെ പല പല ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ ഈ ഒരുമിച്ചെടുത്തിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ പല ഇൻസ്റ്റാൾമെൻറ്റുകളാക്കി ചെയ്യുന്നതാണ് ഒരുമിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ബെസ്റ്റ്. നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് ഈ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ചെയ്ത് എക്സ്ട്രാക്ഷൻ നടത്തി നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടെക്നിക്കിലായിരിക്കും നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷനകത്ത് നടക്കുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ്സിംഗ് ഓഫ് പെർഫ്യൂംസ്, വെജിറ്റബിൾ ഓയിൽസ്, ബയോഡീസൽ എക്സെട്ര. ഇതിൻ്റെ എല്ലാം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ എവിടെയാണ് യൂസ്ഡ് ടു റിക്കവർ ദ യുറേനിയം, പ്ലൂട്ടോണിയം ഫ്രം ഇറേഡിയേറ്റഡ് ന്യൂക്ലിയർ ഫ്യൂവൽസ്. ഇറേഡിയേറ്റഡ് ന്യൂക്ലിയർ ഫ്യൂവൽസിനകത്തുനിന്ന് യുറേനിയത്തെയും പ്ലൂട്ടോണിയത്തെയും റിക്കവർ ചെയ്ത് അതിനെ പുറത്തേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ റീപ്രോസസ്സിങ്. അപ്പോൾ ന്യൂക്ലിയർ റീപ്രോസസ്സിങ്ങിൽ നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂസ്ഡ് ഇൻ ഹൈഡ്രോമെറ്റലർജി. എന്താണ് ഈ ഹൈഡ്രോമെറ്റലർജി ടെക്നിക്ക് എന്ന് പറയുന്നത്? അതായത് ദിസ് ടെക്നിക്ക് ഇൻവോൾവ് ഇൻ ദ റീസൈക്ലിംഗ് ഓഫ് പ്രഷ്യസ് മെറ്റൽസ് ഫ്രം യൂസ്ഡ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനകത്ത് ഒരുപാട് പ്രഷ്യസ് മെറ്റൽസ് ചെറിയ എമൗണ്ടിലൊക്കെ ചേർത്തിട്ടുണ്ട്. അതായത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, പലേഡിയം, ഇങ്ങനെ പല പ്രഷ്യസ് മെറ്റലുകളും നമ്മുടെ പല ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിനകത്തും ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് കേടാകുന്ന സമയത്ത് നമുക്ക് അതിനുള്ളിൽ നിന്ന് ഈ റീസൈക്കിൾ ചെയ്ത് ഈ മെറ്റലുകളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് എവിടെയാണ്? ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബയോഡീസൽസ്, ബയോഫ്യൂവൽസിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എത്തനോൾ എക്സ്ട്രാക്ഷൻ, ബയോഗ്യാസ് എക്സ്ട്രാക്ഷൻ, ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, അവിടെയെല്ലാം നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് അമിനോ ആസിഡ്സ് ആൻഡ് പോളിപെപ്റ്റൈഡ്സ്. അമിനോ ആസിഡുകളുടെയും പോളിപെപ്റ്റൈഡുകളുടെയും സെപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ യൂസ്ഡ് ഇൻ ഓർ പ്രോസസ്സിങ്ങിനും നമ്മൾ ഈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ചോദിക്കുവാണ് ഇപ്പോൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പം ഇത് മാത്രമല്ല ബാക്കി പോർഷൻസൊക്കെ, ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും ഉണ്ട് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന മേഖലകൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നേൺസ് ഡിസ്ട്രിബ്യൂഷൻ ലോ, പാർട്ടീഷൻ ലോ, അതെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി. അതുപോലെ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻസിൻ്റെ കുറേ ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ ഇന്നത്തോടു കൂടി തീർന്നു.
ഓക്കെ, ഇനി വേറൊരു ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.